ആകാശവാണി വാർത്താവീക്ഷണം. അനിവാര്യമായ വെടിനിർത്തൽ പ്രതീക്ഷിച്ച് ഗാസ. തയ്യാറാക്കിയത് മഹേഷ് മുരളീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയൽ. സംഘർഷങ്ങളിൽ എരിഞ്ഞമരുന്ന ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് വേഗം കൂട്ടേണ്ടത് അനിവാര്യമാണ്. മരണസംഖ്യ ഓരോ ദിവസവും ഉയരുമ്പോൾ ആഹാരവും മരുന്നും കുടിവെള്ളവുമില്ലാതെ മരിച്ചു ജീവിക്കുകയാണ് പതിനായിരങ്ങൾ. വെടിനിർത്തൽ ഇനിയും വൈകിയാൽ തിരുത്താൻ കഴിയാത്ത വലിയൊരു തെറ്റായി ആയിരങ്ങൾക്ക് ഇനിയും ജീവൻ നഷ്ടപ്പെടാനിടയുണ്ട്. പലയിടങ്ങളിൽ പല തലങ്ങളിലായി സമാധാന നീക്കങ്ങൾ സജീവമാണ്. പക്ഷേ ഇസ്രയേലും ഹമാസും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം അതെത്ര ഫലവത്താകുമെന്ന് ഉറപ്പു പറയാൻ വയ്യ. മാർച്ച് പകുതിയോടെ ആരംഭിച്ച ആക്രമണങ്ങൾക്ക് അവസാനമിടാൻ ഇസ്രായേൽ ഇപ്പോഴും തയ്യാറല്ല. ഉപരോധങ്ങളിലൂടെ പലസ്തീൻ ജനതയെ ശ്വാസം മുട്ടിച്ച് ഹമാസിനെ വരുതിയിലാക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം. എന്നാൽ ബന്ദികളെ മോചിപ്പിക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യത്തിനു നേരെ ഹമാസും കണ്ണടയ്ക്കുകയാണ്. ഇതിന്റെ ദുരിതഫലങ്ങൾ ഏറ്റുവാങ്ങുന്നതാകട്ടെ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളും. സർവ്വതും നഷ്ടപ്പെട്ട് അനിശ്ചിതാവസ്ഥയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പലസ്തീനിയൻ ജനത. ഏറ്റവും ഒടുവിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് സമാധാന ശ്രമങ്ങളും പല വഴിക്ക് പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ലോകരാജ്യങ്ങൾ. വർഷങ്ങളുടെ ചരിത്രമുള്ള ഇസ്രായേൽ പലസ്തീൻ തർക്കം സംഘർഷങ്ങളുടെ പുതിയ വഴികളിലേക്ക് നീങ്ങിയത് 1.5 വർഷം മുൻപാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ 1200ഓളം പേരാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്. 200ലേറെ പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഇതിനുള്ള ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഇതുവരെ 50,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് 1 വർഷത്തിലേറെ നീണ്ട സമാധാന ശ്രമങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ജനുവരിയിൽ വെടിനിർത്തലിന് ധാരണയായി. എന്നാൽ മാർച്ച് 18 വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും ആക്രമണം തുടങ്ങി. സ്ത്രീകളും കുട്ടികളുമടക്കം 130ഓളം പേരാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ഹമാസ് ആരോപിച്ചു. എന്നാൽ ഭീകരതയ്ക്കെതിരായ മുൻകരുതൽ നടപടിയാണെന്നായിരുന്നു ഇസ്രയേലിന്റെ മറുപടി. ആയുധങ്ങൾ സംഭരിച്ച് സൈന്യത്തെ ശക്തിപ്പെടുത്താനും വീണ്ടും ഭീകരാക്രമണങ്ങൾ നടത്താനും ഹമാസ് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രയേൽ ആരോപിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി. ഒരു വശത്ത് ആക്രമണങ്ങൾ ശക്തമാക്കിയപ്പോൾ തന്നെ മറുവശത്ത് ഗാസയിലേക്കുള്ള സഹായ വിതരണവും ഇസ്രയേൽ തടഞ്ഞു. മരുന്നും ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കുന്നത് തടസ്സപ്പെട്ടതോടെ പട്ടിണിയും രോഗങ്ങളും ഗാസയിലെ ജനങ്ങളെ വേട്ടയാടി. ഇത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഇടയാക്കി. വ്യോമാക്രമണങ്ങൾക്കൊപ്പം ഗാസ നിവാസികളെ പട്ടിണി മരണത്തിലേക്കും തള്ളിവിട്ട ഇസ്രായേൽ നടപടിയെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും മനുഷ്യാവകാശ അധ്യക്ഷൻ വോൾക്കർ ടർക്കുമടക്കം നിശിതമായി വിമർശിച്ചു. ഇസ്രയേലിന് ഉറച്ച പിന്തുണ നൽകുമ്പോഴും ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് സൈനിക നടപടി കൂടുതൽ കടുപ്പിക്കുകയായിരുന്നു ഇസ്രയേൽ ചെയ്തത്. ഇതോടെ അമേരിക്കൻ നിലപാടുകളിലും മാറ്റങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മിഡിൽ ഈസ്റ്റ് പര്യടനത്തിൽ നിന്ന് ഇസ്രയേലിനെ ഒഴിവാക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഏവരെയും അത്ഭുതപ്പെടുത്തി. ഹമാസുമായും ഇറാനുമായും ട്രംപ് നേരിട്ട് നടത്തിയ ചർച്ചകളിലും ഇസ്രായേലിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ഇസ്രായേലുമായി ചർച്ച നടത്താതെയാണ് ബന്ദികളുടെ കാര്യത്തിൽ ഹമാസുമായി അമേരിക്ക ധാരണയുണ്ടാക്കിയത്. ഇതിന്റെ ഫലമായി ഹമാസിന്റെ തടവിലുണ്ടായിരുന്ന അവസാന US പൌരനായ ഏദൻ അലക്സാണ്ടർ വിട്ടയക്കപ്പെട്ടു. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്കെതിരായ വ്യോമാക്രമണം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ തീരുമാനമായിരുന്നു ഇസ്രായേലിനെ ഞെട്ടിച്ച മറ്റൊരു നടപടി. ഇസ്രായേലിനെതിരായ ഹൂതികളുടെ ആക്രമണം ശക്തമായി തുടരുമ്പോഴായിരുന്നു അമേരിക്കയുടെ ഈ പിന്മാറ്റം. കൂടാതെ ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള US നീക്കവും ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ഒഴിവാക്കാനും US തയ്യാറായില്ല. ഇസ്രായേലിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 17% തീരുവ ചുമത്താനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. എന്തായാലും ആദ്യ ഊഴത്തെപ്പോലെ ട്രംപിൽ നിന്നും ഉപാധികളില്ലാത്ത പിന്തുണ പ്രതീക്ഷിച്ച ഇസ്രായേൽ നേതൃത്വത്തിന് തെറ്റി. പഴയ രീതികളിൽ നിന്ന് മാറി സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നൊരു തന്ത്രപരമായ നിലപാടിലേക്ക് മാറുകയാണ് പലസ്തീൻ വിഷയത്തിലും US ഇപ്പോൾ. ഇതിനിടയിൽ കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കടന്നുപോകുന്നത്. ബന്ദികളുടെ മോചനം സാധ്യമാകാത്തതിനാൽ
ഇസ്രായേലിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. നെതന്യാഹുവിന്റെ അടുത്ത ഉപദേശകൻ റോൺ ഡെർമർ കഴിഞ്ഞ ദിവസം അമേരിക്ക സന്ദർശിച്ചിരുന്നു. ഗാസയുടെ ഭാവി, ഇറാനുമായുള്ള ആണവ നയതന്ത്രം തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ യുഎസും ഇസ്രായേലും ഒരേ ലക്ഷ്യത്തോടെ തന്നെ മുന്നോട്ടു പോകുമെന്ന് ചർച്ചകൾക്ക് ശേഷം ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്തായാലും ഗാസയ്ക്കപ്പുറം മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ വിശാലമായ നയതന്ത്ര സാമ്പത്തിക വിജയങ്ങൾ ലക്ഷ്യമിട്ടാണ് ട്രംപ് നീങ്ങുന്നത്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങളുമുണ്ട്. കടുത്ത ഇസ്രായേൽ അനുകൂലികൾ ഇതിനെ എതിർക്കുമ്പോൾ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന മറ്റൊരു വിഭാഗം ട്രംപിന് ഉറച്ച പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് സമാധാന ശ്രമങ്ങളും പുരോഗമിക്കുന്നത്. ദോഹ കേന്ദ്രീകരിച്ചുള്ള സമാധാന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് മുന്നിലുള്ളത് വൈറ്റ് ഹൌസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ്. പലസ്തീനി അമേരിക്കൻ വ്യവസായിയായ ബിഷാര ബഹ്ബായുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ബന്ദിയാക്കിയ അമേരിക്കൻ പൌരൻ ഏദൻ അലക്സാണ്ടറെ ഹമാസ് വിട്ടയച്ചത്. ബിഷാരയുടെ ഇടപെടലിലൂടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും നിർണായക വഴിത്തിരിവുകൾ പ്രതീക്ഷിക്കുകയാണ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ. 45 മുതൽ 60 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി 10 ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടയക്കും. ഇസ്രായേലിന് ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിക്കാൻ കഴിയാത്ത വിധം ശക്തമായ ഉപാധികളും പുതിയ കരാറിന്റെ ഭാഗമായുണ്ടാകും. നിരവധി നിബന്ധനകളും എതിർപ്പുകളും ഉണ്ടെങ്കിലും വെടിനിർത്തൽ ശ്രമങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അനുകൂലമായാണ് പ്രതികരിച്ചത്. എല്ലാ ബന്ദികളുടെയും മോചനത്തിനൊപ്പം ഗാസയിൽ നിന്നുള്ള ഹമാസിന്റെ സമ്പൂർണ്ണ പിന്മാറ്റത്തെക്കുറിച്ചും ഉറപ്പായാൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ സ്ഥിരമായി തുടരുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ ഹമാസും അനുകൂലമായി തന്നെ പ്രതികരിച്ചേക്കുമെന്നാണ് സൂചന. സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ. 2 മാസങ്ങൾക്കിടെ 1000-ലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. നിരന്തരമുള്ള വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ ഗിദയോൻ എന്ന പേരിൽ കരയുദ്ധത്തിനും തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഹമാസിന്റെ പക്കൽ ഇപ്പോഴും 57 ബന്ദികൾ ഉണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഒരേ സമയം വ്യോമ കര ആക്രമണങ്ങൾ സംയോജിപ്പിച്ചുള്ള നീക്കമാണ് ഓപ്പറേഷൻ ഗിദയോൺ. ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, തുരങ്കങ്ങൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയുൾപ്പെടെ ഹമാസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ. എന്നാൽ പലപ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാരും ഇരയാകുന്നുണ്ട്. ഗാസയിലേക്ക് അന്താരാഷ്ട്ര സഹായം എത്തിക്കുന്നതിനും ഇസ്രായേൽ അനുവദിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഇസ്രായേലിന് കനത്ത താക്കീതുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ ഉടൻ നിർത്തുകയും മാനുഷിക സഹായം എത്തിക്കുന്നതിന് അനുമതി നൽകുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത നേതാക്കൾ സ്വതന്ത്ര പലസ്തീൻ രൂപീകരിച്ചുള്ള ദ്വിരാഷ്ട്ര പരിഹാര നിർദ്ദേശങ്ങൾക്കും പിന്തുണ അറിയിച്ചു. ഇതിന് ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി. ഇതേ തുടർന്ന് ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുന്നതായി ബ്രിട്ടൻ അറിയിച്ചു. സംഘർഷം കൂടുതൽ ഇരുണ്ടൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും യുകെയുടെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം തടഞ്ഞാൽ ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് പുനരാലോചിക്കേണ്ടി വരുമെന്ന് യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കിയിട്ടുണ്ട്. സമ്മർദ്ദങ്ങൾ ഏറുമ്പോൾ ഇസ്രായേൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മറുവശത്ത് മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസും തയ്യാറായാൽ അത് സമാധാനത്തിലേക്കുള്ള വഴി തുറക്കും. അതിനായി കാത്തിരിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. അനിവാര്യമായ വെടിനിർത്തൽ പ്രതീക്ഷിച്ച് ഗാസ.